ശബരിമലയിൽ റോപ്പ് വേ നിർമ്മിക്കുന്നതിന് മുറിച്ചു മാറ്റേണ്ടി വരിക 50 മരങ്ങൾ മാത്രം. ഹൈക്കോടതി നിർദ്ദേശാനുസരണം ക്രമീകരിച്ച റോപ്പ് വേ സ്റ്റേഷൻ സർവേയിലാണ് ഇത് വ്യക്തമാക്കിയത്. നേരത്തെയുള്ള സർവേ പ്രകാരം മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ എണ്ണം 510 ആയിരുന്നു. പമ്പ ഹിൽടോപ്പിൽ തുടക്കം. നീലിമല, ചരൽമേട്, മരക്കൂട്ടം, മാളികപ്പുറം വഴി പോലീസ് ബാരക്കിന് സമീപത്ത് അവസാനിക്കും. പുതിയ പദ്ധതി പ്രകാരം റോപ്പ് വേക്ക് 5 തൂണുകൾ മാത്രമേ ഉണ്ടാകൂ. ഇതിൽ 4 പെരിയാർ കടുവാ സംഗതത്തിന്റെ ഭാഗമായ വനമേഖലയിലാണ്. മറ്റൊന്ന് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ പമ്പയിലും. തൂണുകളുടെ ഉയരം 50 മീറ്ററായി ഉയർത്താനാണ് ധാരണയായിട്ടുള്ളത്. ഇതാണ് മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ എണ്ണം കുറയാൻ ഇടയാക്കിയത്. മുൻ തീരുമാനം പ്രകാരം തൂണുകൾക്ക് ഉയരം 35 മീറ്ററായിരുന്നു. ഇത് കൂടുതൽ മരങ്ങൾ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ സർവേ ക്രമീകരിച്ചത്. തൂണുകളുടെ ഉയരം കൂട്ടാനുള്ള ശുപാർശ വനം വകുപ്പിന്റേതാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അഡ്വക്കേറ്റ് കമ്മീഷണർ, സർവേ ഡിപ്പാർട്ട്മെന്റ്, മിനി സർവേ ഡിപ്പാർട്ട്മെന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാവരും ജോയിൻ്റായിട്ട് ഇത് ജോയിൻ്റായിട്ട് സർവേ ചെയ്ത് സർവേ സ്കെച്ച് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചതിന് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ്. സർവേയുടെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കും. അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പിനാണ് മേൽനോട്ട ചുമതല. ഫോറസ്റ്റ് കൺസർവേഷൻ ക്ലിയറൻസ്, വൈൽഡ് ലൈഫ് ക്ലിയറൻസ് എന്നിവ കൂടി ലഭ്യമായെങ്കിൽ മാത്രമേ 80 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാനാകൂ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.